5:25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ ഈ ലഹരിയിലിരിക്കൂ. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണനാണ്. നമ്മൾ അറിയുന്നുണ്ട് ഏത് ബാബയാണോ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒന്ന് നമ്മുടെ സന്മുഖത്തുണ്ട്. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയോഗം ശരിയായിരിക്കുമോ അവർക്ക് ഏതൊരു സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും? ഉത്തരം: സത്യുഗി പുതിയ രാജധാനിയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരിക്കുക, എങ്ങനെയെല്ലാമാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുക, പിന്നീട് രാജ്യം ഭരിക്കുക, ഈ എല്ലാ സാക്ഷാത്കാരവും സമീപം വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ആരുടെ ബുദ്ധിയോഗം ശരിയായിരിക്കുന്നത്, ആരാണോ തൻ്റെ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നത്, തൊഴിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത്, അവർക്ക് തന്നെയാണ് ഈ എല്ലാ സാക്ഷാത്കാരങ്ങളും ഉണ്ടാകുന്നത്. ഗീതം. ഓം നമ ശിവായ. ഓം ശാന്തി. ഭക്തി മാർഗത്തിൽ മറ്റേതെല്ലാം സത്സംഗങ്ങൾ ഉണ്ടായിരിക്കുന്നുവോ അവയിൽ എല്ലാവരും പോയിട്ടുണ്ടാകും. അവിടെ ഒന്നുകിൽ പറയും എല്ലാവരും വാ ഗുരു എന്ന് പറയൂ എന്ന്, അല്ലെങ്കിൽ രാമൻ്റെ നാമം ചൊല്ലും. ഇവിടെ കുട്ടികൾക്ക് യാതൊന്നും പറയേണ്ടതിൻ്റെയും ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ഒരു തവണ പറഞ്ഞു തന്നു, കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ല. ബാബയും ഒന്നാണ്, ബാബ പറയുന്നതും ഒന്ന് തന്നെ. എന്താണ് പറയുന്നത്? കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആദ്യം പഠിച്ച് പിന്നീട് വന്ന് ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ഏതൊരു ബാബയുടെ കുട്ടികളാണോ ആ ഒന്നിനെ ഓർമ്മിക്കണം. നമ്മൾ സർവ ആത്മാക്കളുടെയും പിതാവ് ആ ഒന്നാണെന്ന് നിങ്ങൾ ഇപ്പോൾ ബ്രഹ്മാവിലൂടെ അറിഞ്ഞിരിക്കുന്നു. ലോകം ഇതറിയുന്നില്ല. നിങ്ങൾ അറിയുന്നുണ്ട്. നാം എല്ലാം ആ ബാബയുടെ കുട്ടികളാണ്. ആ ഒന്നിനെ എല്ലാവരും ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ഇപ്പോൾ ഫാദർ പറയുന്നു, ഞാൻ ഈ സാധാരണ ശരീരത്തിൽ നിങ്ങളെ പഠിപ്പിക്കുവാൻ വരുന്നു. നിങ്ങൾക്കറിയാം, ബാബ ഇദ്ദേഹത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ ആ ഒന്നിൻ്റേതായിരിക്കുന്നു. ബാബ തന്നെയാണ് വന്ന് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ വഴി പറഞ്ഞു തരുന്നത്. ഇത് മുഴുവൻ ദിവസവും ബുദ്ധിയിലുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ശിവബാബയുടെ സന്താനമാണ് എല്ലാവരും. പക്ഷെ നിങ്ങളാണ് അറിയുന്നത്, മറ്റാരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാവാണ്. നമ്മളോട് ബാബ ആജ്ഞാപിച്ചിരിക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത അച്ഛനാണ്. പതീത പാവന വരൂ, നമ്മൾ പതീതമായിരിക്കുന്നു എന്ന് എല്ലാവരും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ദേഹമല്ല പറയുന്നത്, ആത്മാവ് ഈ ദേഹത്തിലൂടെ പറയുന്നു. 84 ജന്മങ്ങളും ആത്മാവാണല്ലോ എടുക്കുന്നത്. നമ്മൾ ആക്ടേഴ്സാണ് എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബാബ നമ്മെ ഇപ്പോൾ ത്രികാലദർശി ആക്കിയിരിക്കുന്നു. ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകിയിരിക്കുന്നു. ബാബയെ തന്നെയാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. വരൂ എന്ന് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടുമിരിക്കുന്നു. സംഗമയോഗി ബ്രാഹ്മണരായ നിങ്ങൾ പറയുന്നു, ബാബ വന്നു കഴിഞ്ഞു. ഈ സംഗമയുഗത്തെയും നിങ്ങളാണ് അറിയുന്നത്. ഇത് പുരുഷോത്തമ യുഗമായി പാടപ്പെടുന്നു. പുരുഷോത്തമ യുഗം ഉണ്ടായിരിക്കുന്നത് തന്നെ കലിയുഗത്തിൻ്റെ അന്ത്യത്തിനും സത്യയുഗത്തിൻ്റെ ആദിക്കും മധ്യത്തിലാണ്. സത്യയുഗത്തിൽ സത്പുരുഷനും കലിയുഗത്തിൽ അസത്യ പുരുഷനും വസിക്കുന്നു. സത്യയുഗത്തിൽ ആരാണോ ജീവിച്ചു പോയവർ
അവരുടെ ചിത്രമുണ്ട്. ഏറ്റവും പഴയതിലും പഴയത് ഈ ചിത്രമാണ്. ഇതിനേക്കാൾ പഴയൊരു ചിത്രം ഉണ്ടായിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം ഉപയോഗശൂന്യമായ ചിത്രങ്ങൾ മനുഷ്യർ ഇരുന്ന് ഉണ്ടാക്കുന്നു. ആരാണ് ജീവിച്ചു പോയവർ എന്ന് നിങ്ങൾക്കറിയാം. താഴെ അമ്പയുടെ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അഥവാ കാളിയുടെ ചിത്രമുണ്ട്. ഇങ്ങനെ കൈകളുള്ളവർ ഉണ്ടാവുക സാധ്യമല്ല. അമ്പയ്ക്കും 2 കൈകളായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. മനുഷ്യർ പോയി തൊഴുത് പൂജിക്കുന്നു. ഭക്തിമാർഗത്തിൽ അനേകം പ്രകാരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. മനുഷ്യനിൽ തന്നെ പല പല പ്രകാരത്തിലുള്ള അലങ്കാരങ്ങൾ ചെയ്യുമ്പോൾ രൂപം മാറുന്നു. ഈ ചിത്രങ്ങൾ തുടങ്ങിയവയൊന്നും വാസ്തവത്തിൽ ഉള്ളതല്ല. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഇവിടെയാണെങ്കിൽ മനുഷ്യർ കൈയില്ലാത്തവരും മുടന്തരും ഒക്കെ ആയിത്തീരുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. സത്യയുഗത്തെ നിങ്ങൾ അറിയുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഓരോരുത്തരുടെയും ഡ്രസ് നോക്കൂ, എത്ര വെറൈറ്റിയാണ്. അവിടെ യഥാ രാജാ റാണി തഥാ പ്രജ ആയിരിക്കും. എത്രത്തോളം സമീപം ആയിക്കൊണ്ടിരിക്കുമോ അപ്പോൾ നിങ്ങൾക്ക് തൻ്റെ രാജധാനിയുടെ ഡ്രസ്സിൻ്റെയും മറ്റും സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്നു, ഇത് ചെയ്യുന്നു എന്നത് കണ്ടുകൊണ്ടിരിക്കും. ആരുടെ ബുദ്ധിയോഗമാണോ നല്ലതായിരിക്കുന്നത്, തൻ്റെ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നത് അവരാണ് കാണുന്നത്. തൊഴിൽ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. ഭക്തിമാർഗത്തിലും തൊഴിലും മറ്റും ചെയ്യുന്നുണ്ടല്ലോ. ജ്ഞാനം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഭക്തിയാണ്. അതിനെ ഭക്തിയുടെ ജ്ഞാനം എന്ന് പറയും. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരി എങ്ങനെയാകും എന്ന ജ്ഞാനം അവർക്ക് നൽകുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ച് ഭാവിയിൽ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഈ പഠനം തന്നെ പുതിയ ലോകത്തിനും അമരലോകത്തിനും വേണ്ടിയാണ് എന്നത് നിങ്ങൾ അറിയുന്നു. പിന്നെ അമർനാഥിൽ ശങ്കർ പാർവതിയെ അമരകഥ കേൾപ്പിച്ചിട്ടില്ല. അവരാകട്ടെ ശിവനെയും ശങ്കറിനെയും ഒന്നാക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹവും കേൾക്കുന്നു. ബാബയ്ക്കല്ലാതെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ആർക്കാണ് മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കുന്നത്? ഇത് ഏതെങ്കിലും സാധു സന്യാസിയോ മറ്റോ അല്ല. നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞിരുന്നത് പോലെ തന്നെയായിരുന്നു ഇദ്ദേഹവും. ഡ്രസ്സും മറ്റും അത് തന്നെയാണ്. വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളും ഉള്ളതുപോലെ വ്യത്യാസമൊന്നുമില്ല. ബാബ ഈ രഥത്തിൽ സവാരി ചെയ്ത് കുട്ടികളുടെ അടുക്കൽ വരുന്നു. ഇത് ഭാഗ്യശാലി രഥമായി മഹിമ ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ കാളയിൽ സവാരി ചെയ്യുന്നതായി കാണിക്കുന്നു. മനുഷ്യർ തലകീഴായി മനസ്സിലാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും കാള ഉണ്ടാവുക സാധ്യമാണോ? കൃഷ്ണൻ പ്രിൻസാണ്. കൃഷ്ണൻ കാളപ്പുറത്ത് ഇരിക്കുകയില്ല. ഭക്തി മാർഗത്തിൽ മനുഷ്യർ വളരെയധികം കുഴങ്ങിപ്പോയിരിക്കുന്നു. മനുഷ്യർക്കുള്ളത് ഭക്തി മാർഗത്തിൻ്റെ ലഹരിയാണ്. നിങ്ങൾക്ക് ജ്ഞാനമാർഗത്തിൻ്റെ ലഹരിയാണ്. നിങ്ങൾ പറയുന്നു, ഈ സംഗമത്തിൽ ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിലാണ്, എന്നാൽ ബുദ്ധി കൊണ്ട് അറിയുന്നു നമ്മൾ ബ്രാഹ്മണർ സംഗമയുഗത്തിലാണ്. ബാക്കി എല്ലാ മനുഷ്യരും കലിയുഗത്തിലാണ്. ഇത് അനുഭവത്തിൻ്റെ കാര്യങ്ങളാണ്. ബുദ്ധി പറയുന്നു നമ്മൾ ഇപ്പോൾ കലിയുഗത്തിൽ നിന്നും മാറി വന്നിരിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ്. ഈ പഴയ ലോകം മാറാൻ പോകുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, മറ്റാരും അറിയുന്നില്ല. ഒരേ വീട്ടിൽ കഴിയുന്നവരായിരിക്കാം, ഒരേ കുടുംബത്തിലേതായിരിക്കാം. അവരിലും അച്ഛൻ പറയും
ഞാൻ സംഗമയുഗിയാണ്. കുട്ടി പറയും, അല്ല, ഞാൻ കലിയുഗത്തിലാണ്. അത്ഭുതമാണല്ലോ. കുട്ടികൾക്കറിയാം, നമ്മുടെ പഠനം പൂർത്തിയാകുമ്പോൾ വിനാശമുണ്ടാകും. വിനാശം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നിങ്ങളിലും ചിലർ അറിയുന്നു, ലോകം വിനാശമാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പുതിയ ലോകത്തിലേക്ക് വേണ്ടി തയ്യാറെടുപ്പിൽ മുഴുകിയേനെ. ബാഗേജസ് തയ്യാറാക്കുമായിരുന്നേനെ. ബാക്കി അല്പം സമയമാണുള്ളത്. ബാബയുടേതായി മാറട്ടെ എന്ന്. വിശന്നു മരിച്ചാൽ പോലും ആദ്യം ബാബ, പിന്നീട് കുട്ടികൾ. ഇത് ബാബയുടെ ഭണ്ഡാരയാണ്. നിങ്ങൾ ശിവബാബയുടെ ഭണ്ഡാരയിൽ നിന്നാണ് കഴിക്കുന്നത്. ബ്രാഹ്മണർ ഭോജനം തയ്യാറാക്കുന്നു. അതിനാൽ ബ്രഹ്മഭോജനം എന്ന് പറയുന്നു. ആരാണോ പവിത്ര ബ്രാഹ്മണർ, അവർ ഓർമ്മയിലിരുന്ന് തയ്യാറാക്കുന്നു. ബ്രാഹ്മണർക്കല്ലാതെ ശിവബാബയുടെ ഓർമ്മയിൽ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. ആ ബ്രാഹ്മണർ ശിവബാബയുടെ ഓർമ്മയിലല്ല ഇരിക്കുന്നത്. ശിവബാബയുടെ ഭണ്ഡാര ഇതാണ്. ഇവിടെ ബ്രാഹ്മണർ ഭോജനമുണ്ടാക്കുന്നു, ബ്രാഹ്മണർ യോഗത്തിലിരിക്കുന്നു. പവിത്രം തന്നെയാണ്. പിന്നെയുള്ളത് യോഗത്തിൻ്റെ കാര്യമാണ്. ഇതിൽ തന്നെയാണ് പ്രയത്നം തോന്നുന്നത്. കള്ളക്കഥകൾ നടക്കുകയില്ല. ഞാൻ സമ്പൂർണ്ണ യോഗത്തിലാണ്, അല്ലെങ്കിൽ 80% യോഗത്തിലാണ് എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല. ആർക്കും പറയുവാൻ കഴിയില്ല. ജ്ഞാനവും ആവശ്യമാണ്. കുട്ടികളായ നിങ്ങളിൽ ആരാണോ തൻ്റെ ദൃഷ്ടിയിലൂടെ തന്നെ ആരെയും ശാന്തമാക്കി മാറ്റുന്നത്, അവരാണ് യോഗി. ഇതും ശക്തിയാണ്. തികഞ്ഞ നിശബ്ദത ഉണ്ടാകുന്നു. നിങ്ങൾ അശരീരിയായി മാറുകയും പിന്നെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് സത്യമായ ഓർമ്മ. വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഇവിടെ ഓർമ്മയിൽ ഇരിക്കുന്നു, ഈ പ്രാക്ടീസ് ചെയ്യിക്കുന്നു. എന്നിട്ടും എല്ലാവരും ഓർമ്മയിൽ ഇരിക്കുന്നില്ല. എവിടേക്കോ ബുദ്ധി ഓടിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ നഷ്ടമുണ്ടാക്കുന്നു. ഇവിടെ ആരാണോ നമ്മൾ ഡ്രിൽ ടീച്ചറാണ് എന്ന് മനസ്സിലാക്കുന്നത്, അവരെയാണ് ഗദ്ദിയിൽ ഇരുത്തേണ്ടത്. ബാബയുടെ ഓർമ്മയിൽ മുന്നിൽ ഇരിക്കുന്നു. ബുദ്ധിയോഗം മറ്റൊരു ഭാഗത്തും പോകരുത്. നിശബ്ദതയുണ്ടാകും. നിങ്ങൾ അശരീരിയായി മാറുന്നു, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഇതാണ് സത്യമായ ഓർമ്മ. സന്യാസിമാരും ശാന്തിയിൽ ഇരിക്കുന്നു. അവർ ആരുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്? അത് റിയൽ ഓർമ്മയല്ല. ആർക്കും നേട്ടം വരുത്തുവാൻ സാധിക്കില്ല. അവർക്ക് സൃഷ്ടിയെ ശാന്തമാക്കുവാൻ സാധിക്കില്ല. ബാബയെ അറിയുന്നത് തന്നെയില്ല. ബ്രഹ്മമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഒന്ന് അതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമത് ലഭിക്കുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾക്കറിയാം, നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഓരോ ജന്മത്തിലും അല്പമായി കലകൾ കുറഞ്ഞു വരുന്നു. ചന്ദ്രൻ്റെ കല കുറഞ്ഞു വരുന്നത് പോലെ കാണുമ്പോൾ ഇത്രയും അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആരും തന്നെ സമ്പൂർണമായിട്ടില്ല. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. ആത്മാവ് എത്ര ചെറുതാണ്, അതിൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാവുക സാധ്യമാണ്. ഇല്ലെങ്കിൽ ഇവരിൽ ലൈറ്റ് കുറവാണ്, ഇവരിൽ കൂടുതലാണ് എന്ന് പുത്രിമാർ എങ്ങനെയാണ് പറയുന്നത്? ദിവ്യ ദൃഷ്ടിയിലൂടെയാണ് ആത്മാവിനെ കാണുന്നത്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എൻ്റെ കൈകളിൽ ഒന്നുമില്ല, ഡ്രാമ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇതെല്ലാം ഡ്രാമ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഭോഗ് തുടങ്ങിയവ എല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ബൈ സെക്കൻഡ് ആക്ട് നടക്കുന്നു. പാവനം എങ്ങനെയാണ് ആകേണ്ടത് എന്ന ശിക്ഷണം ഇപ്പോൾ ബാബ നൽകുന്നു. ബാബയെ ഓർമ്മിക്കണം. ആത്മാവ് എത്ര ചെറുതാണ്, അത് പതീതമായിരിക്കുന്നു.
വീണ്ടും പാവനമാകേണ്ടതുണ്ട്. വണ്ടർഫുൾ കാര്യമാണല്ലോ. പ്രകൃതിയാ ഉള്ള ശക്തി എന്ന് പറയുന്നുണ്ടല്ലോ. ബാബയിൽ നിന്നും നിങ്ങളെല്ലാവരും പ്രകൃതിയാ ഉള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ഏറ്റവും പ്രകൃതിയാ ഉള്ള ശക്തിയുടെ കാര്യമാണ് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും. അത് ആരും അറിയുന്നില്ല. ഋഷിമുനിമാർ ആരും തന്നെ അറിയുന്നില്ല. ഇത്രയും ചെറിയ ആത്മാവ് തന്നെയാണ് കല്ല് ബുദ്ധിയും പിന്നെ പവിഴ ബുദ്ധിയുമാകുന്നത്. ബുദ്ധിയിൽ ഈ ചിന്തനം നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ആത്മാക്കൾ കല്ല് ബുദ്ധിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബയെ ഓർമ്മിച്ച് പവിഴ ബുദ്ധിയാകുന്നു. ലൗകിക രീതിയിലാകട്ടെ അച്ഛനും വലിപ്പമുള്ളതായിരിക്കും. പിന്നെ വലിപ്പമുള്ള ടീച്ചറിനെയും ഗുരുവിനെയും ആയിരിക്കും ലഭിക്കുന്നത്. ഈ ഒരേ ഒരു ബിന്ദുവാകട്ടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. മുഴുവൻ കൽപ്പവും ദേഹധാരിയെ ഓർമ്മിച്ചു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങളുടെ ബുദ്ധിയെ എത്ര സൂക്ഷ്മമാക്കി മാറ്റുന്നു. വിശ്വത്തിൻ്റെ അധികാരിയാവുക നിസ്സാര കാര്യമാണോ? ഈ ലക്ഷ്മി നാരായണന്മാർ സത്യയുഗത്തിൻ്റെ അധികാരി എങ്ങനെയാണ് ആയത് എന്നതും ആരും ചിന്തിക്കുന്നില്ല. നിങ്ങളും നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ചാണ് അറിയുന്നത്. പുതിയവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ആദ്യം സ്ഥൂല രൂപത്തിൽ മനസ്സിലാക്കി പിന്നെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കുന്നു. ബാബ ബിന്ദുവാണ്. അവർ പിന്നെ ഇത്രയും വലിയ വലിയ ലിംഗരൂപം ഉണ്ടാക്കുന്നു. മനുഷ്യരുടെയും വളരെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അവർ ഇങ്ങനെയല്ല. മനുഷ്യരുടെ ശരീരം ഇങ്ങനെയാണ് ആയിരിക്കുക. ഭക്തി മാർഗത്തിൽ എന്തെല്ലാമാണ് ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യർ എത്ര കുഴങ്ങിപ്പോയിരിക്കുന്നു. ബാബ പറയുന്നു, എന്താണോ പാസ്റ്റ് ആയത് അത് വീണ്ടും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. ഇദ്ദേഹത്തിനും ബാബ ശ്രീമത്ത് നൽകി സാക്ഷാത്കാരം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾക്ക് ഞാൻ ചക്രവർത്തി പദം നൽകുന്നു. ഇപ്പോൾ ഈ സേവനത്തിൽ മുഴുകൂ. തൻ്റെ സമ്പത്ത് നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. ഇവയെല്ലാം ഉപേക്ഷിക്കൂ. അപ്പോൾ ഇദ്ദേഹവും നിമിത്തമായി. എല്ലാവരും ഇങ്ങനെ നിമിത്തമാകുന്നില്ല. ആർക്ക് ലഹരി കയറിയോ അപ്പോൾ വന്ന് ഇരുന്നു. നമുക്ക് രാജപദം ലഭിക്കുകയാണ്. പിന്നെ ഈ ചില്ലിക്കാശ് എന്ത് ചെയ്യുവാനാണ്? ഇപ്പോൾ ബാബ കുട്ടികളെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ലക്ഷ്മി നാരായണന്മാരെക്കാൾ കുറഞ്ഞവരാകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എങ്കിൽ ശ്രീമത്ത് അനുസരിച്ച് നടന്നു കാണിക്കൂ. അർത്ഥമില്ലാത്ത സംസാരം നടത്താതിരിക്കൂ. സന്താനങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ബാബ പറഞ്ഞിട്ടില്ല. ആക്സിഡൻറ്റിൽ പെട്ടെന്ന് ആരെങ്കിലും മരിച്ചു പോകുന്നു എങ്കിൽ ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ ബന്ധുമിത്രാദികളോ മറ്റോ കഴിക്കുവാനായി കൊടുക്കുന്നു. ഇവിടെ നോക്കൂ, ബാബ പഴയ കുടിലിലാണ് കഴിയുന്നത്. കുട്ടികളായ നിങ്ങൾ വന്ന് കൊട്ടാരങ്ങളിൽ കഴിയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ നല്ല രീതിയിൽ കഴിക്കൂ, കുടിക്കൂ. ഇവിടെ യാതൊന്നും കൊണ്ടുവരാത്തവർക്കും എല്ലാം നല്ല രീതിയിൽ ലഭിക്കുന്നു. ഈ ബാബയേക്കാൾ നല്ല രീതിയിലാണ് കഴിയുന്നത്. ശിവ ബാബ പറയുന്നു, ഞാനാകട്ടെ രമതാ യോഗിയാണ്. അതായത് ചുറ്റി സഞ്ചരിക്കുന്ന യോഗിയാണ്. ആരുടെയും മംഗളം ചെയ്യുന്നതിനു വേണ്ടി പോകുവാൻ സാധിക്കും. ആരാണോ ജ്ഞാനികളായ കുട്ടികൾ അവർ ഒരിക്കലും സാക്ഷാത്കാരങ്ങളുടെയോ മറ്റോ കാര്യങ്ങളിൽ സന്തോഷിക്കുകയില്ല. യോഗമല്ലാതെ മറ്റൊന്നുമില്ല. ഈ സാക്ഷാത്കാരങ്ങളുടെ കാര്യങ്ങളിൽ സന്തുഷ്ടരാകരുത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
ദൃഷ്ടിയിലൂടെ തന്നെ ആരെയും ശാന്തമാക്കാൻ കഴിയും വിധത്തിലുള്ള യോഗത്തിൻ്റെ സ്ഥിതി ഉണ്ടാക്കണം. തികഞ്ഞ നിശബ്ദത ഉണ്ടാകണം. ഇതിനു വേണ്ടി അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ജ്ഞാനത്തിൻ്റെ സത്യമായ ലഹരിയിൽ ഇരിക്കുന്നതിനു വേണ്ടി ഓർമ്മയുണ്ടായിരിക്കണം, നമ്മൾ സംഗമയുഗിയാണ്. ഇപ്പോൾ ഈ പഴയ ലോകം പരിവർത്തനപ്പെടാൻ പോകുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ശ്രീമത്തനുസരിച്ച് സദാ നടന്നുകൊണ്ടിരിക്കണം. അർത്ഥമില്ലാത്ത സംസാരം നടത്തരുത്. വരദാനം. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ആത്മീയ സംഭാഷണത്തിൻ്റെ ശരിയായ റെസ്പോൺസ് പ്രാപ്തമാക്കുന്ന ബാബയ്ക്ക് സമാനം ബഹുരൂപിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബ ബഹുരൂപിയാണ്. സെക്കൻഡിൽ നിരാകാരത്തിൽ നിന്നും ആകാരി വസ്ത്രം ധാരണ ചെയ്യുന്നു. അതേപോലെ താങ്കളും ഈ മണ്ണിൻ്റെ ഡ്രസ് ഉപേക്ഷിച്ച് ആകാരി ഫരിസ്ത ഡ്രസ്, തിളങ്ങുന്ന ഡ്രസ് ധരിക്കൂ. അപ്പോൾ സഹജമായി കൂടിക്കാഴ്ചയും ഉണ്ടാകും. ആത്മീയ സംഭാഷണത്തിൻ്റെ ക്ലിയർ റെസ്പോൺസ് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഈ ഡ്രസ് പഴയ ലോകത്തിൻ്റെ വൃത്തിയിൽ നിന്നും വൈബ്രേഷനിൽ നിന്നും മായയുടെ വാട്ടർ അഥവാ ഫയർ പ്രൂഫ് ആണ്. ഇതിൽ മായയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യുവാൻ സാധിക്കില്ല. സ്ലോഗൻ: ദൃഢത അസംഭവ്യത്തെയും സംഭവ്യമാക്കി മാറ്റുന്നു. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. ബ്രഹ്മകുമാർ എന്നതിൻ്റെ അർത്ഥം തന്നെ സദാ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയിലും റോയൽറ്റിയിലും ഇരിക്കുക എന്നാണ്. ഈ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി വിശ്വത്തിലെ ആത്മാക്കളെ തൻ്റെ നേർക്ക് ആകർഷിക്കും. ഈ പ്യൂരിറ്റിയുടെ റോയൽറ്റി ധർമ്മരാജപുരിയിൽ റോയൽറ്റി നൽകുന്നതിൽ നിന്നും വിടുവിക്കും. ഈ റോയൽറ്റി അനുസരിച്ചാണ് ഭാവിയിൽ റോയൽ ഫാമിലിയിൽ വരാൻ സാധിക്കുന്നത്. ഏതുപോലെ ശരീരത്തിൻ്റെ പേഴ്സണാലിറ്റി ദേഹബോധത്തിൽ കൊണ്ടുവരുന്നുവോ അതേപോലെ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി ദേഹി അഭിമാനിയാക്കി ബാബയുടെ സമീപം കൊണ്ടുവരുന്നു. ഓം ശാന്തി. ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതിയെ ഞാൻ ജ്ഞാനബലവും ബുദ്ധിബലവും കൊണ്ട് സ്പഷ്ടമാക്കുന്നു. മസ്തക മധ്യത്തിൽ ഒരു സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന എൻ്റെ ആത്മസ്വരൂപത്തിൽ ബുദ്ധിബലത്തിലൂടെ ഞാൻ സ്പഷ്ടമായി കാണുന്നു. ആ പ്രകാശബിന്ദു സ്വരൂപത്തിൽ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. പ്രകാശ സ്വരൂപമായി ഭാരരഹിത അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ പരമധാമത്തിൽ ബാബയുടെ സ്വരൂപത്തിൽ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു.
ബുദ്ധിയുടെ താൽപര്യം പ്രിയതമനായ ഒരു ബാബയിൽ മാത്രമായി ഞാൻ നിലനിർത്തുന്നു. പ്രകാശ ബിന്ദുരൂപിയായ ബാബയിൽ എൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ ചേർക്കുന്നു. പവർ ഹൗസുമായി എൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ ചേർത്ത് സമസ്ത ശക്തികളും ഞാൻ ബുദ്ധിയിലൂടെ ഗ്രഹിക്കുന്നു. സർവശക്തി സമ്പന്ന അവസ്ഥ ഞാൻ കൈവരിക്കുന്നു. സർവശക്തിവാനിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ശക്തികൾ ദാനം ചെയ്യുക എന്ന ശ്രേഷ്ഠ ലക്ഷ്യം ബുദ്ധിയിൽ വച്ച് ബുദ്ധിബലത്തിലൂടെ ഈശ്വരീയ ശക്തികളുടെ സകാശ് പ്രകാശബീജുകളുടെ രൂപത്തിൽ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.